കാരണം കുട്ടികൾക്ക് ഈ വിഷയത്തിലൊക്കെ അറിവുണ്ട്. മനസ്സിലായോ? കാരണം ഈ കുട്ടികൾക്ക് എല്ലാ വിഷയവും അറിയാം, അതുകൊണ്ട് അയാൾക്കും അറിയാം. പിന്നെ വളർത്താൻ ക്വസ്റ്റ് ഫോർ നോളജ്. ആ ക്വസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. റൂട്ട് വേർഡ് ഓഫ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്. അത് ഉണ്ടാക്കിയെടുക്കാതാണ്. അതുകൊണ്ട് ടീച്ചർമാർ ആർക്കും മനസ്സ് കൊടുക്കരുത്. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ടാവണം മനസ്സ്. ബെഡിൽ മാത്രമാണ്. ബി എഡ് ബെഡ് ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ. ബ്രഹ്മചാരിയാവണം എന്തില്? എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബ്രഹ്മചര്യമാവണം. ബ്രഹ്മാവ് അവിടെ മാത്രമേ ചരിക്കാൻ പാടുള്ളൂ. ഒക്കെയാണ് അർത്ഥം. പിന്നെ ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അത് കഴിഞ്ഞു പോയി, മിസ്സായി. അതാണ് പറയുന്നത് അത്യാവശ്യം പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പൊ ഓരോ സബ്ജക്റ്റും, അത് ഡ്രാമ ആയാലും ഓക്കെ, ആ ഡ്രാമ പഠിപ്പിക്കുന്നതിന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റും ഹ്യൂമൻനെസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞ് ക്ലാസ് പഠിപ്പിക്കുന്നതിന് പകരമാണ് കൃത്യനിഷ്ഠയുള്ള ഒരാളുടെ കഥ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അത് ജീവിതത്തിൽ അത്യാവശ്യമാണ്. നല്ല സയന്റിസ്റ്റ് ആയിട്ട് കാര്യമില്ല, അവൻ എന്തുകൂടി ഉണ്ടാവണം? കൃത്യനിഷ്ഠ. അത് മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും പഠിക്കില്ല. അപ്പൊ ഹ്യൂമാനിറ്റീസ് എന്തിനാ പഠിപ്പിക്കുന്നത് വെച്ചാൽ ഇതിനു വേണ്ടിയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാക്കി കൊടുക്കണം. നെക്സ്റ്റ് കഴിഞ്ഞു. ആകെ 4 പോയിന്റ് പറഞ്ഞു. ഫ്രണ്ട്ലി ആവണം, അതാണ് അത്യാവശ്യം. പിന്നെ റിയൽ ലൈഫ് അപ്ലിക്കേഷനെ കുറിച്ച് പറയാൻ സാധിക്കണം. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. കണക്റ്റഡ് ടു റിലേഷൻ ലൈഫ്, ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. പിന്നെ ഡിസ്കസ് ചെയ്യിപ്പിക്കണം. ഇതിപ്പോ ഒരു സാമ്പിൾ ആയിട്ട് കാണിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പറയിപ്പിക്കണം. ഇപ്പൊ ഇത് ഇയാൾക്ക് പറയാനുള്ള മിസ്സായി, അപ്പൊ അടുത്ത ആളെ സഹായിച്ചു. അതാണ് ഏറ്റവും വലിയ പഠനം. കാരണം പീർ ഗ്രൂപ്പ്സ് ലേണിംഗ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നാണ്. നത്തിങ് റോങ്. ഇത് ക്ലാസ്സിൽ നടക്കുന്ന സംഭവമാണ്. അത് തന്നെ ഇവിടെ ചെയ്തത്. ഓക്കെ, പറയും. അതെ, അതാണ് ഇപ്പൊ ചെയ്തത്. പിന്നെ ഉണ്ടാക്കിയെടുക്കണം. എവറി ടീച്ചർ ഹാസ് ടു ബി എ മാർക്കറ്റിംഗ് പേഴ്സണൽ ഫോർ ദർ ഓൺ സബ്ജക്ട് എന്നാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. സംസ്കൃതം പഠിപ്പിച്ചിട്ടുണ്ട്, മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്, സോഷ്യൽ സയൻസ് പഠിപ്പിച്ചിട്ടുണ്ട്, കെമിസ്ട്രി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുവിധം മിക്ക വിഷയങ്ങളും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ പഠിപ്പിക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും നല്ല സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ആ സബ്ജക്റ്റാണ്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതാണ് ലോകത്തിലെ ആകെ കിടക്കുന്ന സബ്ജക്ട്, അങ്ങനെ പറയാം. അല്ലാണ്ട് ഇത് തീരെ കൊള്ളാത്തൊരു വിഷയമാണ്, ഇത് എന്റെ ഗതി എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. പിന്നെ ലൈവ് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, പിന്നെ ബന്ധപ്പെട്ടിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് പറയാം. പിന്നെ നെക്സ്റ്റ് വരട്ടെ. എന്തിനാ പഠിക്കണേ? ഏതൊരു സിനിമയില്ലേ ഇന്നസെന്റ് പറയുന്നത്, എന്തിനാ പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നതല്ലേ? നെക്സ്റ്റ് ചോദിച്ചോ. ഇതാണ് ലെങ്ത്. ഇത് 10 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ആണ് വിഡ്ത്. ഈ 10 സെന്റിമീറ്ററുള്ള സാധനം 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന 5 യൂണിറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഏത് റിപ്പീറ്റ് ചെയ്താലും മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 5 into 10 ഏരിയ ആയിട്ട് വരുന്നത്. അതെ, ആ എന്തുകൊണ്ടാണ് ആ സ്ക്വയർ യൂണിറ്റ് ഇപ്പൊ 10 സെന്റിമീറ്റർ ബൈ 5 സെന്റിമീറ്റർ ആണ് റെക്ടാങ്കിൾ. വൈ ഇസ് ഇറ്റ് ബിക്കമിങ് 10 into 5 എന്നാണ് ചോദ്യം. അത് ഫിസിക്കലി ഈ 10 സെന്റിമീറ്റർ യൂണിറ്റ് ഉള്ള ഒരു സാധനം 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ആ ഏരിയ കവർ ചെയ്യുന്നത്. യൂണിറ്റ് ഉണ്ട്, യൂണിറ്റിന്റെ പിക്സൽ കൺസെപ്റ്റ് ഉണ്ട്. അതാണ് പിക്സൽ കൺസെപ്റ്റ്. ആ ഒരു യൂണിറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അത് വെച്ചിട്ടാണ്, അതാണ് സ്റ്റാർട്ടിംഗ് കൺസെപ്റ്റ്. കറക്റ്റ്. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ചോദ്യങ്ങൾ? The whole Aravinda family, we extend our heartfelt gratitude to Sir.
പഠിച്ച് കേരളത്തിലെ അങ്ങോളം വാട്സപ്പ് നമ്മൾ ഭയങ്കര ഫണ്ടാണ്. അപ്പം ശരി കഞ്ഞി കിട്ടോ. മഴ പെയ്ക്കാം. ഒരു കാരണമുണ്ട്, ഫാസ്റ്റ് ആയിട്ട് കൊട്ടി വേറെ അച്ഛനുണ്ടാകും. ഫാസ്റ്റ് ശരിയും ഫാസ്റ്റ് 2 3 4 5 4 3 2 1 തണുത്തോളൂ ഇല്ലേ? ആണോ അല്ലയോ? ഇനി ധൈര്യമുള്ള 5 പെൺകുട്ടികളും 5 ആൺകുട്ടികളും, പെണ്ണാണെന്ന് ഉറപ്പുണ്ടെങ്കിലും മാത്രം ഹിജറകളൊന്നും ഇവിടെ പ്രവേശനമില്ല. ആണാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ 5 പിള്ളേർ ഇവിടെ വരും. എന്താണ് നിങ്ങൾ രാവിലെ മുതൽ ഇപ്പൊ വരെ പഠിച്ചത് എന്ന് പറയാൻ ധൈര്യമുള്ളവർ ഓടി വരാം. 2 1 0. എന്താ കഥ ആലോചിച്ചു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റേജിൽ വരാൻ പേടിയുള്ളത് കൊണ്ടാണെങ്കിൽ ഇപ്പോഴാണ് ചാൻസ്. ഒന്നുകിൽ ഇവിടുന്ന് ചത്തിട്ട് പോണം, അല്ലെങ്കിൽ നന്നായിട്ട് പോകണം. നോക്കാം. സ്റ്റേജ് ഫിയർ ഉള്ളത് കൊണ്ടാണ്. ഒരു സെന്റൻസ് ഒന്നും പറയണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ ഇന്നതാണ് പഠിച്ചത് എന്ന് ഒരു വാക്ക് പറയാൻ ധൈര്യം ഉണ്ടോ നോക്കട്ടെ. എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും പറയാനുണ്ടാവും, പക്ഷെ ഇല്ലാത്തത് എന്താണ്? ഇത് പക്ഷെ ചാൻസ് ആണ്. നിങ്ങൾക്ക് പറയാം, ഞാൻ ഇന്ന കോളേജ് വീട്ടിൽ പോയിട്ട് അറിയാം, അയ്യോ പറയായിരുന്നു കേട്ടോ, വല്ല കാര്യമുണ്ടോ? തിരിച്ചുവരെയൊക്കെ ഇങ്ങനെ കൊണ്ടിരുത്താൻ പറ്റുമോ? ഇപ്പൊ കിട്ടുന്ന ചാൻസ് പിന്നെ കിട്ടുമോ ജീവിതത്തിൽ? അതുകൊണ്ട് ഇപ്പൊ ഉപയോഗിക്കണം. നോക്കട്ടെ ആർക്ക് പറ്റുന്നു. വേഗം ലാസ്റ്റ് ചാൻസ് 6. കാരണം ഇവര് പറഞ്ഞു തുടങ്ങിയ പിന്നെ നിങ്ങൾക്ക് ചാൻസ് ഇല്ല. 6 5 വാട്ട് ഡിഡ് യു ലേൺ? ആദ്യം പഠിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും നാളൊരു തോന്നലുണ്ടായിരുന്നു നമ്മളൊന്നല്ല, നമുക്കൊരു കഴിവില്ല എന്ന്. പക്ഷെ സാറ് പറഞ്ഞു മില്യൺസ് ഓഫ് സ്പേംസ്, അതിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ആരോ അല്ലേ, എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവില്ലേ, അങ്ങനെ ഒരു ബോധം ഇന്നുണ്ടായി ഈ ക്ലാസ് കൊണ്ട്. അതാണ് എനിക്ക് ഏറ്റവും മനസ്സിൽ ടച്ച് ചെയ്ത ഒരു കാര്യം. പിന്നീട് സുബോധ് സാർ ഒരു കാര്യം പറഞ്ഞു, ഒരു കുട്ടിയുടെ കാര്യം. ആൻഡ് നമ്മളുടെ ഇടയിൽ എല്ലാവരും അത്ര റിച്ച് ഫാമിലിയൊന്നും ആയിരിക്കില്ല, ഇവൻ ഞാനും അല്ല. എന്നാലും ഇപ്പൊ ആ കുട്ടിയെ എത്തിയിരുന്ന പൊസിഷൻ ശരിക്കും നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. നമുക്കും അതുപോലെയൊക്കെ ആവാം, അതിനേക്കാൾ അപ്പുറം എത്താൻ പറ്റും. അങ്ങനെ ഒരു വിശ്വാസം അത് ഇന്ന് കിട്ടിയിട്ടുണ്ട്. 3 ദിവസം എന്റെ കൂടെ ചെലവഴിച്ചു. എനിക്ക് തീർച്ചയായും നല്ല അനുഭവമായിരുന്നു ഇന്നത്തെ ഈ ക്ലാസ്. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് തോന്നിയത് മാഷ് പറഞ്ഞ പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ പേടിയാണ്. എനിക്കും സത്യത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മാഷ് പറഞ്ഞ പോലെ പരീക്ഷ ഹാളിലെ രസകരങ്ങളായ അവിടെ നടക്കുന്ന സംഭവങ്ങൾ വേറെ ഒരു ഡയമെൻഷനിൽ നിന്ന് ചിന്തിക്കുമ്പോ ഉള്ള അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ടീച്ചേഴ്സിനെ എന്താ പറയാ, ടീച്ചേഴ്സ് നമ്മളെ ബഹുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷാ ഹാളിൽ തന്നെയാണ്. അപ്പോ അതുപോലെ തന്നെ പരീക്ഷാ ഹാളില് മാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല കുറെ പ്രോത്സാഹനം തരുന്ന ക്ലാസ്സുകളായിരുന്നു. ഇതാണിപ്പോ ഈ കൊടുങ്ങല്ലൊക്കെ വന്ന് കേൾക്കുമ്പോൾ ഒരു സുഖം അല്ലേ? ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറയണത് കേൾക്കാൻ. ഈ മാഷ് ഇങ്ങനെയാ പറഞ്ഞെന്നൊക്കെ പറയണത് കൂടെയല്ലേ പറയുള്ളൂ. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ക്ലാസ് കിട്ടിയില്ലായിരുന്നു ശരിക്കും ജീവിതത്തിൽ ഒരു നഷ്ടമായി പോയാലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചേച്ചി ഇപ്പൊ +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ മെഡിസിൻ ആണ് റിപ്പീറ്റ് ചെയ്യണത്. അപ്പൊ ചേച്ചി +2 കഴിഞ്ഞിട്ട് എന്തെടുക്കണം എന്ന് കുറെ ഇങ്ങനെ ആലോചിച്ച്, അപ്പൊ കുറെ പേര് കുറെ പറഞ്ഞു മെഡിസിൻ ചെയ്യുക. അപ്പൊ ഇത് ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ സാർ പറഞ്ഞതൊക്കെ പറയണം. സുബോധ് ജി കേരളത്തോട്ട് സ്പെഷ്യൽ ആയിട്ടൊരു എക്സാമിനേഷൻ എഴുതിപ്പിച്ചത് നമ്മുടെ ഏതെങ്കിലും സെന്ററിൽ എത്തിക്കാൻ ഇവിടുത്തെ എടുക്കുന്ന ആദ്യത്തെ ഒരു സ്റ്റുഡന്റ് ഇവളാവും. എക്സാമിനേഷൻ ആണ്, പക്ഷെ ഈ ഒരു താല്പര്യം ഉണ്ടല്ലോ, ഇതാണ് അറിവ് എന്ന് പറയുന്നത്. കാരണം
ചേച്ചിക്ക് വന്ന അതേ ദുർഗതി ഈ കുട്ടിക്ക് വരരുത്. എല്ലാ തോറ്റിട്ടുള്ള കുട്ടികളും പോകുന്ന സ്ഥലമാണ് ഏത്? റിപ്പീറ്റ് ബാച്ച്. കിട്ടാത്തവര് കുറേ കിട്ടാത്തവര് അവരൊക്കെ എന്താ ഡിസ്കസ് ചെയ്യാം? എനിക്ക് കിട്ടിയില്ല, അപ്പൊ അടുത്ത ആൾ വരും എനിക്ക് കിട്ടിയില്ല. ആണോ അല്ലയോ? അങ്ങനെയുള്ള സ്ഥലത്താണോ നിങ്ങൾക്ക് പോകേണ്ടത്? ജീവിതത്തിൽ അങ്ങനെ ഒരു ഗതി വരാതിരിക്കണം എന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് 11th 12th കഴിയുമ്പോഴത്തേക്കും എവിടെ എത്തണം? എവിടെയെങ്കിലും ഐദർ IIT ഓർ MBBS. ആണോ? സയൻസ് ആണോ താല്പര്യം? സയൻസ് ആണെങ്കിൽ മെഡിസിൻ ആണോ താല്പര്യം, അല്ല എഞ്ചിനീയറിംഗ് ആണോ? അത് എടുക്കേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾ ഇപ്പൊ ആലോചിച്ചിട്ടില്ല എന്ന് പറയുന്ന മണ്ടത്തരാണ്. കാരണം ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അഡ്മിഷൻസ് കഴിഞ്ഞു. നിങ്ങൾ തീരുമാനിച്ചു വരുമ്പോഴത്തേക്കും നല്ല കോളേജും സ്കൂൾസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഏത് കോളേജിൽ പഠിക്കണം എന്നാണ് അടുത്ത ചോദ്യം. IIT-യെക്കാളും ഇന്ത്യയിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. അത് ഞാൻ കണ്ണൂരായതുകൊണ്ടല്ല, ഇന്ത്യൻ നേവൽ അക്കാഡമിയുടെ നേവൽ ബേസ് നടത്തുന്ന, നേവി നടത്തുന്ന ബിടെക്കാണ്. ഇന്ത്യയിലെ എന്നല്ല, ഏഷ്യയിലെ എന്നല്ല, ലോകത്തെ ഏറ്റവും നല്ല ബിടെക് ഏതാണെന്ന് ചോദിച്ചാൽ ഞാനതാ പറയാം. കാരണം അത്രയും നല്ല സിമുലേഷൻ ലാബ്, ഗ്യാരണ്ടീഡ് ജോലി. നിങ്ങൾ നേരെ നേവി ഓഫീസർ ആവും ബിടെക് കഴിയുമ്പോഴത്തേക്ക്. സാധാരണ ബിടെക് കഴിഞ്ഞ കുട്ടികൾക്കുള്ള ജോലി കിട്ടുന്നതിനേക്കാളും 2 ഗ്രേഡ് എബവ് അവരെത്തും അത് തീരുമ്പോഴത്തേക്കും. കാരണം കാഡറ്റ്സ് ആയി ഓട്ടോമാറ്റിക്കലി. പിന്നെ പോകാനുള്ള സ്ഥലം IIT-കളാണ്. സയൻസ് ആണ് താല്പര്യമെങ്കിൽ ISR. IIT പോകുന്ന സമയത്ത് നിങ്ങൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണോ പഠിക്കേണ്ടത്, മെക്കാനിക്കൽ ആണോ, കമ്പ്യൂട്ടർ സയൻസ് ആണോ, ഇതൊക്കെ തീരുമാനിച്ചിട്ട് വേണം ഏത് IIT ആണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ. അതിപ്പോഴേ തീരുമാനിക്കും. മനസ്സിലായോ? ആ തീരുമാനം നല്ല എൻട്രൻസ് എക്സാമിന് എഴുതി നല്ല മാർക്ക് കിട്ടി നല്ല ബ്രൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ അവിടെ പോയിട്ട് കാര്യമുള്ളൂ. അതല്ലെങ്കിൽ കുറച്ച് മോശം കുട്ടികൾ ഇപ്പൊ ഇന്ന് കണ്ണൂരിൽ നിന്ന് എക്സാമിനേഷൻ റിസൾട്ട് ഇന്നലെ പറഞ്ഞു. ഏറ്റവും നല്ല താല്പര്യത്തോടു കൂടി നമ്മൾ വന്ന കുട്ടിക്ക് 60-ൽ 18 മാർക്ക്. ഞാൻ പറഞ്ഞു നോ, അഡ്മിഷൻ കൊടുക്കരുത്. കാരണം ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു നീ ചേരരുത് അവിടെ. കാരണം എല്ലാം നല്ലപോലെ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ ഒരു പഠിക്കാത്തൊരു കുട്ടി വന്നാൽ അവൾക്ക് എന്ത് തോന്നും? ആകെ ഡിപ്രസ്ഡ് ആവും. മനസ്സിലായോ? അപ്പൊ ഏറ്റവും നല്ലപോലെ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ പോയിട്ട് പഠിക്കാത്ത ഒരാൾ പെട്ടുപോയാൽ ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ആത്മഹത്യക്ക് ശ്രമിക്കും. അതിലൊക്കെ ഫെയിലായാൽ പിന്നെ നാട് വിടാൻ നോക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവും. അതുകൊണ്ട് നല്ല പോലെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അവരെല്ലാവരും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുകയും ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഒരു അനുഭവം പറഞ്ഞതുകൊണ്ട് പറഞ്ഞു അതുണ്ടാകും. റിപ്പീറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് പോകും. ആദ്യത്തെ അറ്റംപ്റ്റിൽ ചാടുമ്പോൾ തന്നെ ഇവിടെ ചാടണം, കടന്ന് ചാടാൻ. ഓക്കെ, ഗുഡ്. കേട്ടില്ല? വന്ന 2 കുട്ടികൾ. ഗുഡ്, ഗ്രേറ്റ്. അപ്പൊ ഇവർക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നതുള്ളതിന്റെ വേറൊരു പ്രൂഫാണ്. മനസ്സിലായോ? ഗുഡ്. യൂണിഫോം എനിക്കിവിടെ വന്നിട്ട് നല്ലൊരു അനുഭവം തന്നെയാണ് ഉണ്ടായത്. ഞാനൊരു SSLC എഴുതുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ ക്ഷമ എന്ന് പറയുന്നത് എന്റെ അടുത്ത് കൂടെ പോലും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു നല്ലൊരു ക്ഷമ. അപ്പൊ അതുകൊണ്ട് തന്നെ സാറിന്റെ ക്ലാസ് എനിക്ക് നല്ലൊരു എന്താ പറയാ നല്ലൊരു പ്രചോദനം തന്നെ ആയിട്ടുണ്ട്. എനിക്കിപ്പോ പറയാൻ സാധിക്കും ഐ ആം ദ ഗ്രേറ്റ് ബിക്കോസ് സാർ എനിക്ക് അത്രയും നല്ലൊരു പ്രചോദനം തന്നെയാണ് എനിക്ക് ഈ ക്ലാസ്സിലൂടെ എനിക്ക് നൽകിയത്. താങ്ക് യു. സത്യത്തില് എനിക്ക് ജസ്റ്റ് എന്റെ പാരന്റ്സ് ചോദിച്ചൊരു ക്വസ്റ്റ്യനോടൊരു ഉത്തരമാണ് ഇവിടുന്ന് കിട്ടിയത്. ഇന്നാൾ എന്നോട് ചോദിച്ചിരുന്നു നീ എന്തെങ്കിലും ആകുമ്പോൾ നിനക്ക് എന്തെങ്കിലും കിട്ടുമോ, മാർക്ക് എങ്ങനെയാണെന്നുള്ളത്. അതിൽ സത്യം പറഞ്ഞാൽ സാറിന്റെ ക്ലാസ് ആണ് എനിക്ക് ഉത്തരം നൽകിയത്. ഐ ആം ദി ഗ്രേറ്റ്. സത്യമായിട്ടും ഞാൻ ഈ വേദിയിൽ വെച്ച് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാൻ പറയുന്നു 100% ഞാൻ വാങ്ങിച്ചിരിക്കും. ആകെ ഒരാണേ ഉള്ളൂ മരുന്നിന്. ഇവിടെ വന്നിട്ട് എനിക്ക് ആകെ ഒരു കാര്യം എന്റെ മനസ്സിൽ തട്ടിയെന്ന് പറഞ്ഞ്
കൊടുത്തല്ലേ? എല്ലാവർക്കും കൊടുത്തോ? കൊടുക്കരുത് കേട്ടോ. ഡെഡിക്കേഷനാണ്. സാറ് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുമ്പോ എന്ന് പറയുന്നത് നമ്മളോട് ഡെഡിക്കേഷൻ. സാറ് ഇവിടെ വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം കുറെ മണിക്കൂറുകളായി. എന്നിട്ട് സാറിന് ഒരു തരത്തിലുള്ള ക്ഷീണമോ ഒരു ഉണ്ടായിട്ടില്ല. അത് സാറിന്റെ ഡെഡിക്കേഷനാണ് കാണിക്കുന്നത്. നമുക്കും അതേപോലെ തന്നെ നല്ലൊരു വിദ്യാർത്ഥിയാവാൻ വേണ്ടിയിട്ട് നമ്മുടെ പഠനത്തോടും അതുപോലെ തന്നെ അല്ല നമ്മ ഏത് ജോലിയാണ് ചെയ്യുന്നത് ആ ജോലിയോട് പൂർണ്ണമായിട്ടും 100% ആത്മാർത്ഥമായി ചെയ്യാനും അതിനുവേണ്ടി സാറിനെ ഒരു റോൾ മോഡലായിട്ട് കാണാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങളല്ലേ സഫർ ചെയ്യണേ. അപ്പൊ ക്ഷീണം ആർക്കാ ഉണ്ടാവണ്ടേ? നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ? ഇല്ലല്ലോ. അതാ വേണം. അപ്പൊ നമ്മൾ മാത്രം എൻജോയ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ബാക്കിയുള്ളവർക്ക് കൂടി എൻജോയ്മെന്റ് കൊടുക്കാൻ സാധിക്കണം. ഏന കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രജ്ഞ തദൈവം ഈശ്വര പൂജനം. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും സന്തോഷവും സുഖവും ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാൻ സാധിക്കുന്നതാണ് ഏറ്റവും നല്ല ഈശ്വര പൂജ എന്ന് വിശ്വസിക്കുന്നതാണ്. ഓക്കെ. പണ്ട് കൊടുങ്ങല്ലൂർ ക്ലാസ് കേൾക്കാൻ വന്ന സമയത്ത് ക്ലാസ് എടുക്കാൻ വരേണ്ടിയിരുന്ന ഡോക്ടർ സുവർണകുമാരി അന്ന് മ്യൂസിക് തെറാപ്പിയെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ 400ഓളം പേര് കേൾക്കാൻ വന്നിട്ടുണ്ട്. അന്ന് അവർ വന്നില്ല. അപ്പോഴാണ് പകരക്കാരനായിട്ട് ഞാൻ ക്ലാസ് എടുത്തത്. അന്ന് ഒരു വിഷയവുമില്ല എൻ്റെ മുമ്പിൽ, കാരണം എന്താ എടുക്കേണ്ടതെന്ന് പോലും ഒരു രൂപമില്ല. അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യം എന്താ അറിയാം? കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് എത്ര പ്രായമായി? അങ്ങനെയാണ് എൻ്റെ ക്ലാസ് തുടങ്ങുന്നത്. കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് എത്ര വയസ്സായി? അന്നത്തെ ക്ലാസിന്റെ ടൈറ്റിൽ അതാണ്, കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് എത്ര വയസ്സായി? എത്ര വയസ്സായി? ദുർഗ എന്ന് പറയുന്ന ഒരു ദേവിയുടെ ഭാവമാണ് നമുക്ക് തോന്നാം അല്ലേ? ദുർഗാദേവിക്ക് ഒരു 40-45 വയസ്സല്ലേ ഉള്ളൂ. 90 വയസ്സായി നിങ്ങൾക്ക് തോന്നുന്നു? 18 വയസ്സാണോ? അല്ല. ഇങ്ങനെയാണ് അന്ന് ഞാൻ ക്ലാസ് എടുത്തത്. ഓരോ ദേവീദേവന്മാരുടെയും പ്രായം. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര തോന്നും? മീശക്കുള്ള ഒരാളായിട്ടാണോ തോന്നുന്നത്? ഗുരുവായൂരപ്പൻ ആരാ? ചെറിയ പയ്യൻ അല്ലേ? അതേസമയത്ത് വിഷ്ണു എന്ന് പറയുമ്പോഴോ ആലിലയിൽ കിടക്കുന്ന ആളാണോ? അല്ല. ശിവൻ എന്ന് പറയുമ്പോഴോ ഒരു 10-65 വയസ്സായിട്ടുള്ള ആള് ആണോ? അല്ലയോ? ഇത് രസം നോക്കി ആലോചിച്ചൊക്കെ. ഇങ്ങനെയാണ് എൻ്റെ ക്ഷേത്ര പ്രഭാഷണം. നല്ല രസകരമായ പ്രഭാഷണം. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആലോചിക്കണം? സയന്റിഫിക് ആയിട്ട് വ്യത്യസ്തമായിട്ട് ആലോചിക്കാൻ സാധിക്കും. ഓക്കെ. അത് ഓരോരോ കുട്ടികളും വന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്താ അറിയോ? നമ്മൾ വിചാരിക്കുന്നത് പറയുന്ന കാര്യങ്ങളല്ല നിങ്ങൾ ഏറ്റെടുക്കുക. ഈ ക്ലാസ്സുകളിൽ ഞാൻ ഈ റെസ്പോൺസ് എടുക്കാൻ കാരണം നിങ്ങളുടെ റെസ്പോൺസ് ആണ് നമ്മുടെ സന്തോഷം. ഓരോ കുട്ടികളും പറയുമ്പോൾ ആ കേൾക്കുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ, അതാണ് നമുക്ക് കിട്ടുന്ന ഒരു ലൈഫ് ലൈൻ. അതിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. ഓ, ഇത് കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഗുഡ്. ഗോഡ് ബ്ലെസ്. ഇനി ആർക്കെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിലുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. പിന്നെ കിട്ടില്ല. എന്നെ ഇനി കാണേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം നമ്മളടുത്ത് വരുന്നത് പരീക്ഷയ്ക്ക് തോക്കാറായി, ആത്മഹത്യ ചെയ്യാറായി, പഠിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നവരാണ് അധികം വരിക. അങ്ങനത്തെ ഗതി നിങ്ങൾക്ക് വരണം എന്നാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? തിരിച്ച് നമ്മളടുത്ത് എപ്പോഴെങ്കിലുമൊക്കെ നല്ല ഗതിയിലായിട്ട് ഞാൻ ഇന്നതായി എന്ന് പറയാൻ എവിടെന്നെങ്കിലും ഫോൺ ചെയ്യാനെങ്കിലും നിങ്ങൾക്ക് ബോധമുണ്ടായാൽ. കുറെ കുട്ടികളുണ്ട്, ഒരു 8 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കൊടുങ്ങല്ലൂർ പണ്ട് ഭാരതീയ വിദ്യാഭവനിൽ ക്ലാസ് എടുത്തൊരു കുട്ടി ഇപ്പൊ ദുബായിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ ടിക്കറ്റിംഗ് സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ജാസ്മിൻ എന്ന് പറയുന്ന അബൂബക്കർ എന്നാണ് പേര്. അപ്പൊ ആ കുട്ടി ഞാൻ ദുബായിൽ വരുന്ന പ്രോഗ്രാം ന്യൂസ് പേപ്പറിൽ കണ്ടപ്പോൾ ഉടനെ വിളിച്ചു എന്നെ. ആ പ്രോഗ്രാമിന്റെ പേപ്പറിൽ പിന്നെ ഓഫീസിൽ വിളിച്ച് അത് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ പിടിച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സർ ഞാനിവിടെ. അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിന്റെ കുറച്ചടുത്ത് പിരമിഡ് ബിൽഡിങ്ങിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഞാൻ കരാമയിലാണ് താമസിക്കുന്നത്. ഉടനെ വന്ന് എന്നെ കണ്ടു. എന്ത് സന്തോഷമാണ് നമുക്ക്.
ആ കുട്ടി എനിക്ക് കണ്ടാൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ആ കുട്ടി 9ാം ക്ലാസ്സിൽ അങ്ങാണ്ട് പഠിക്കുമ്പോൾ 15th ഓഗസ്റ്റിന് കൊടുങ്ങല്ലൂർ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നതാണ് പ്രോഗ്രാം. കുറച്ച് സമയത്തെ ഇന്ററാക്ഷൻ, അങ്ങനെ ഒരു 10-15 മിനിറ്റോ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഒരാളെ ചിലപ്പം ആരും ഓർത്തൊന്നും വരില്ല. പിന്നെ എപ്പോഴെങ്കിലും പേര് കേൾക്കുമ്പോഴാണ്, ചിലരൊക്കെ ഉണ്ട് ആരാ വന്ന്, ഏതോ ഒരു താടിക്കാരൻ വന്ന് എന്തോ പറഞ്ഞിട്ടുണ്ട്, പേര് പോലും ഓർക്കാത്തവരുണ്ടാവും. പിന്നെ ചില സ്ഥലത്തൊക്കെ ഉണ്ട് നമ്മളെ കുറേ കോൺട്രിബ്യൂട്ട് ചെയ്ത് കുറേ വർക്കൊക്കെ ചെയ്യും, പിന്നെ അവര് മൈൻഡ് ചെയ്തൊന്നേ വരില്ല. ഇതൊന്നും കുഴപ്പമില്ല നമുക്ക്, കാരണം ഏതെങ്കിലും ഒരു കുട്ടിക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടായിട്ട് മാറ്റം ഉണ്ടായി എന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷമൊക്കെ തിരിച്ച് നമുക്കൊരു റെസ്പോൺസ് വരുമ്പോഴാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള മോള് വരാൻ കാരണം മോളുടെ അച്ഛൻ എവിടെയുണ്ട്? You like to speak? ഒന്ന് സംസാരിക്കും. കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളില് ബഹ്റിൻ, UAE, ഖത്തർ, സൗദി അറേബ്യ, അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള വാട്സപ്പ് മെസ്സേജുകളുടെ എണ്ണം ഏകദേശം 1700-ലധികമാണ്. ഞാൻ അവർക്കൊക്കെ മറുപടി അയച്ചിട്ടുണ്ട്. എനിക്ക് ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇന്നിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ പോലും ദുബായിൽ നിന്നുള്ള 2 മെസ്സേജ് ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു വാട്സപ്പ് മെസ്സേജുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ 37 മെസ്സേജ് ആയി ഇത്രയും സമയം കൊണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകി വരുന്നതിൽ കുറേ ഭാഗം ആൾക്കാര് ഇന്ത്യയുടെ വെളിയിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കുന്ന സമയം ചെലവ്, അതുകൊണ്ടാണ് ഈ 2 മണിക്കൊക്കെ ഉറങ്ങുന്നത്. കാരണം അവിടെ 12 മണിയാകുമ്പോൾ നമുക്ക് 1:30 ആ 12 മണിക്ക് വെളിയിൽ തുടങ്ങും. അവരെ മാത്സും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ഫോണിലൂടെ സ്കൈപ്പിലൂടെയാണ്. ഇന്നലെ സ്കൈപ്പ് കോളിന്റെ ഏകദേശം 12 എണ്ണമാണ്. 12 മണിക്ക് ശേഷം എന്താ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സിലബസ് എനിക്കറിയാം, ഓരോ വിഷയം എനിക്കറിയാം. കാരണം കുറേ പേര് വിളിച്ച് പറഞ്ഞു തരുന്ന പഠിപ്പിക്കുന്നത് തന്നെ. അങ്ങനെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ 2 ദിവസം മുമ്പ് ഇദ്ദേഹത്തെ. ഓക്കെ, അതുകൊണ്ടാണ് മകൾ ഇവിടെ വന്നതും സംസാരിച്ചതും ഒക്കെ. ഐ ആം ഷുവർ യു വിൽ ഹാവ് സംതിങ് ടു ഷെയർ. എൻ്റെ പേര് ജോഷി, ഞാൻ ദോഹയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സഞ്ചരിക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റ് റേഡിയോയിൽ ഒരു അഭിമുഖത്തിലാണ് സാറിനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയത്. അപ്പോൾ സാറിനുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവൽ, കുട്ടികൾക്ക് ഇല്ലാണ്ട് പോകുന്നൊരു സാറിന് കോൺഫിഡൻസ്, അത് എങ്ങനെയെല്ലാം കിട്ടാന്നുള്ളത് സാറിൻ്റെ ആ സ്പീച്ചിൽ എനിക്ക് വളരെ ഇമ്പ്രസീവായി തോന്നി. അപ്പോൾ തന്നെ ഞാൻ തീരുമാനമെടുത്തു സാറിനെ ഒന്ന് മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സാറിൻ്റെ ക്ലാസ് എവിടെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യണം. അത് എല്ലാവരും സാറിൻ്റെ ക്ലാസ് മനസ്സിലാക്കി അതേപോലെ തന്നെ സാർ പറഞ്ഞതനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ ഷുവർ യു വിൽ വിൻ 100%. പഠിച്ചത് എന്റെ ടെലിഫോൺ നമ്പർ എത്രയാണ്? മനസ്സിലായോ? ഞാൻ ഈ പറയാൻ പറയുമ്പോ വരണ്ടായിരുന്നു തോന്നിയല്ലോ ഇപ്പൊ. ഇല്ല, ആർക്കറിയാം? വെരി ഗുഡ്. കം ഹിയർ. ഗുഡ്. തിരിച്ചു വരാം നിങ്ങളിലേക്ക്. ഇപ്പൊ തന്നെ ചോദിക്കുന്നു. അപ്പൊ മനസ്സിലായോ? ചോദിച്ചുത്തരം കിട്ടിയില്ല. വേറൊരാൾ പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ള മനസ്സുണ്ടായോ? ഉണ്ടായോ? ഒരു സ്റ്റുഡന്റിന് വേണ്ടത് ഇതാണ്. ഒരു പ്രാവശ്യം എനിക്ക് അറിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭയമല്ല വേണ്ടത്. എന്താ വേണ്ടത്? പഠിക്കാനുള്ള ആഗ്രഹം. അറിയില്ല എന്ന് തോന്നുമ്പോ വേറൊരാൾ പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കല്ലേ വേണ്ടത്? അതില്ല. ഇപ്പൊ മനസ്സിലായോ? ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആംബുലൻസ് വിളിച്ചോളൂ. ഇതിലെവിടെ? 9447478374948. എന്റെ കൈക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. ശരിക്കും പണിയെടുക്കണ കയ്യാ. ഒരു അടി കിട്ടിയ ഈ 4 വിരൽ ഇപ്പൊ കാണും ഇവിടെ. അപ്പൊ വേണമെന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റുന്ന മനസ്സിലായില്ലേ? അതിപ്പോ പഠിച്ചു, പക്ഷെ ചോദ്യം മറന്നു.
ഭയങ്കര ഇഷ്ടമായി. ഒട്ടും ബോറടിച്ചില്ല. വളരെ നന്നായിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് നന്നായി പഠിക്കാൻ. എന്താ പേര്? കൃഷ്ണ. കൃഷ്ണ എന്താ കൃഷ്ണ എന്ന് പറഞ്ഞ അർത്ഥം? ഏതാ വിഷയം പഠിക്കണം? ബോട്ടണിയോ? കൃഷ്ണ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മലയാളം അറിയണവര് കൃഷ്ണ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കറുത്തത്. കൃഷ്ണൻ എന്തുകൊണ്ടാ കറുത്ത കളർ എന്നറിയോ? കറുത്ത കളർ കണ്ടാൽ സ്ത്രീകൾ പിന്നാലെ ഓടുന്ന പറയണേ. എന്തിനാ അറിയോ? തൊട്ട് കണ്ണെഴുതാനായിട്ടാണ്. യൂസഫ് അലി കച്ചേരിയുടെ കവിതയാണ്. കൃഷ്ണൻ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ പിന്നാലെ പോകണമെന്ന് ചോദിച്ചാൽ കണ്ണെഴുതാൻ തോന്നുമ്പോ തൊട്ടിട്ട് എഴുതാൻ പറ്റുന്നു. കൺമഷിയാണെന്നാ പറയുന്നത്. അപ്പോൾ ക്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മിസ് പറഞ്ഞിരുന്നു ക്ലാസ്സിൽ വന്നിട്ട് നല്ല ക്ലാസ്സാണ് സാറിനൊക്കെ. അപ്പോൾ കേൾക്കാൻ സാധിച്ചത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഞാൻ കുറേ ടൈമൊക്കെ വെറുതെ അലസായിട്ട് നടക്കാറുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് പഠിക്കാൻ പറ്റും. സങ്കടം ഡോണ്ട് വറി. എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും സാധാരണ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കിക്കോളൂ. കുറേ കുട്ടികൾ കരയുന്നതാണ്. കാരണം ഞാനൊന്നും ചെയ്തില്ല എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുക. എന്ത്? എനിക്ക് മാറ്റം വരണം. ഇതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഏതെങ്കിലും സെൻറ് ജോസഫ്സ് കോളേജിലെ ആലപ്പുഴയിലെ ക്ലാസ് എടുത്ത് നോക്കിയാൽ 23-30 കുട്ടികൾ കരയുന്നതാണ് നിങ്ങൾക്ക്. മനസ്സിലായോ? കൃഷ്ണ അവൾക്ക് കരയുന്നതിന് സങ്കടമൊന്നുമില്ല, പക്ഷെ എന്റെ കന്മഷി പോവല്ലോ അല്ലേ? ഞാൻ ഇരിക്കാനും കൂടെ ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഏത് വിഷയം വേണമെങ്കിലും ബുക്ക് എടുത്തിട്ട് വരിക. അന്ന് പഠിപ്പിച്ച് തീർത്തിട്ടേ പോകും. ഫൈൻ. അത് കെമിസ്ട്രി ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, ബോട്ടണി ആവട്ടെ, ബയോളജി ആവട്ടെ, സുവോളജി ആവട്ടെ, ബയോടെക്നോളജി ആവട്ടെ, എന്ത് വേണമെങ്കിലും ഡോൺ. ഗുഡ്. എന്തോ എന്നെ കുറ്റം പറയാൻ പോവാ നമ്മളെ കൊടുക്കും. ആദ്യം എന്നത് ഞാൻ കണ്ടത് എന്തായിരുന്നു എന്നുള്ളത് പൂർണ്ണ തെറ്റായിരുന്നു. സാറ് പറഞ്ഞപ്പോൾ കുറേയധികം കാര്യങ്ങൾ, അതായത് ഒരു പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഏതൊക്കെ ലെവലിൽ ചിന്തിക്കാം, അത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ സാറിന് ഞാൻ ഇത്രയധികം ക്വാളിറ്റീസ്, ഇത്രയധികം മേഖലകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് വളരെയധികം സന്തോഷമാണ്. ലൈഫിൽ ആദ്യം കണ്ടത് സാറിനെ MSc Maths. BSc പഠിക്കാണ്ടാണോ MSc? അല്ലല്ല, BSc പഠിച്ചു. പക്ഷെ ഇത്രയധികം, അതായത് സാറിപ്പോ പറഞ്ഞില്ലേ ലോ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എഴുത്തുരുത്തില് ഞാനൊരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിന് 2006 ജൂൺ 16 കണ്ടാണ്. എഴുത്തുരുത്ത് നല്ല ക്യാമ്പസാണ്. തൃശ്ശൂരാണ് പഠനം. ഇപ്പൊ മാത്സിൽ എന്താ പഠിക്കണേ? എന്താ സ്പെഷ്യലൈസേഷൻ? അങ്ങനെ പാടില്ല. ആ മേഖല തന്റെ മാത്സ് മേഖലയാക്കി മാറ്റിത്തരാം. ഒരു ഹാഫ് ഡേ. ഓക്കെ, മാത്സ് MSc-കാർക്കൊക്കെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വരാം. ഞാൻ നിങ്ങളുടെ ഫുൾ സിലബസ് പഠിപ്പിച്ചു തരാം. ഓക്കെ, ഏത് വിഷയവും. ടോപ്പോളജി പഠിക്കാനുണ്ടോ? ടോപ്പോളജി കഴിഞ്ഞു. ഇപ്പൊ ഏതൊക്കെയാണുള്ളത്? അൽജിബ്രയ്ക്ക് നമ്പർ തിയറി, ഫങ്ഷണൽ അനാലിസിസ് ഉണ്ട്. ഓക്കെ, ആരാ റൂഡിനാ റോയിഡുണ്ട്? അത് ഇന്ത്യൻ ഓതർ. എൻ്റെ കുട്ടിയെ റെഫറൻസ് നോക്കിയാൽ കാണാം. മഞ്ഞ ബുക്ക്, ലിമയുടെ കവർ. ഗുഡ്. ബൈ. പേര് ശ്രേയാണ്. ശ്രേയാണ് പേര്. ഞാൻ ബോട്ടണിയാണ് പഠിക്കുന്നത്. ശരിക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർക്ക് ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മാഗസീനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുറിപ്പ്
കുറിപ്പായിരുന്നത്. എന്താണ് വിദ്യാഭ്യാസം എന്ന ടോപ്പിക്കാണ് എടുത്തത്. പക്ഷെ ഞാൻ എഴുതിയ ശുദ്ധ മണ്ടത്തിലായിരുന്നു. എനിക്കിപ്പോൾ സാർക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം പേടിച്ചു പോയി, എന്റെ മാഷൊക്കെ ഞാൻ കുറിപ്പ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. കൊടുത്താണ് ഞാൻ എഴുതിയത് മുഴുവൻ മണ്ടത്തിലായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നത്. പിന്നെ ഞാൻ ശരിക്കും ദൈവത്തിനെ വിശ്വസിക്കാത്ത ഒരാളാണ്. ശരിക്കും എൻ്റെ ചേച്ചിയാണ് ശരിക്കും ദൈവം എന്ന് വിശ്വസിക്കാറുള്ളത്. ഇപ്പോൾ പല ദൈവങ്ങളും ഞാൻ കാണാറുണ്ട്. അത് മിക്കവാറും അതിൻ്റെ ഗുരുക്കന്മാരല്ലെങ്കിൽ ചേച്ചിയായിരിക്കും. കാരണം എനിക്ക് അറിവ് കിട്ടാനുള്ള ചേച്ചിയായിരുന്നു എൻ്റെ ഗുരുക്കന്മാരെന്നാണ്. ഞാൻ വേറൊരു ദൈവത്തിനെ ഗുരുക്കളാണ്. ദൈവം എന്ന് പറഞ്ഞാൽ വയസ്സായവരെന്ന അർത്ഥം ആണ്. പഴയ ജന്മം എന്നാണ് അർത്ഥം. എന്നെക്കാളും 20 വയസ്സ് കൂടുതലുള്ളവരൊക്കെ എൻ്റെ ദൈവങ്ങളാണ് ആണ്. സാറ് പറഞ്ഞിരുന്നു, ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറ്റി ഞാനപ്പോൾ കൃഷ്ണരാജിൻ്റെ അടുത്തും സ്നേഹിയുടെ അടുത്തും പറഞ്ഞു, നമ്മൾ വെറും മണ്ടികളാണ്, നമ്മൾ ജീവിക്കണത് വെറുതെയാണെന്ന് എനിക്ക് തോന്നി. സത്യം പറയാം, എനിക്ക് ഇതിന് മുമ്പ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ട് ഞാൻ കെമിസ്ട്രി വായിച്ചപ്പോഴാണ്. കാരണം ഞാൻ അതിൻ്റെ കഥാപാത്രം വെച്ചപ്പോൾ നമ്മൾ വെറുതെ ജീവിക്കണതാണ്. നമ്മൾ ഒരു കാര്യമില്ല ജീവിക്കണം, വെറുതെ ജീവിച്ചു, വെറുതെ കുറച്ച് പഠിച്ചു, മരിക്കുന്നു, അത്രേ ഉള്ളൂ നമ്മുടെ ജീവിതം സാധാരണ ഒരു മനുഷ്യൻ്റെ. പക്ഷെ നമ്മൾ മനുഷ്യന്റെ പണി അങ്ങനെയാണ്. ബി മച്ചുവേർഡ്, ഗെറ്റ് മാരീഡ്, റീപ്രൊഡ്യൂസ് ആൻഡ് ഡൈ. ഞാൻ എൻ്റെ ചേട്ടൻ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനൊക്കെ ജീവിക്കണത് വെറുതെയാണല്ലേ? ചേട്ടൻ അങ്ങനെയല്ല, നമുക്കൊരു അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു ജീവിക്കണ ഒരു ലക്ഷ്യം വേണം. ഞാനിവിടുന്ന് പോകുമ്പോൾ ഞാനിവിടുന്ന് മരിച്ചു കഴിയുമ്പോൾ ഒരു തലമുറ 2 തലമുറ പറയണം ആ കുട്ടി ജീവിച്ചിരുന്നു, ആ കുട്ടിയുടെ ഒരു മുദ്ര ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആൾക്കാർ പറയണം. അല്ലാണ്ട് വെറുതെയാണ് നമ്മൾ ജീവിക്കണം. എന്തോരം പേര് അങ്ങനെ ജീവിക്കുന്നുണ്ട്, നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ ഞാനങ്ങനെ ചോദിച്ചു കുറച്ച് നേരം കഴിഞ്ഞാൽ പോവാം, നമ്മൾ വെറുതെയാണ് നമ്മൾ ഇതിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു ചിന്തയെ പോയത്. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലാക്കി നമ്മൾ വെറുതെ ജീവിക്കാൻ പാടില്ല. ഈ സാറിനെന്ന് വെച്ചാൽ ഒരു ജീവിതം കൊണ്ട് തന്നെ എന്തോരം പഠിച്ചിട്ടുണ്ട്, പല പല ബ്രാഞ്ചുകളാണ് സാർ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെറും ഞാൻ ബോട്ടണി സ്റ്റുഡൻ്റാ, ഞാനൊരു ബോട്ടണി പഠിക്കാൻ എത്ര കഷ്ടപ്പെടുന്നു. അപ്പോൾ അതൊന്നും വലിയ കഷ്ടപ്പാടല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇനിയും പഠിക്കണം. എൻ്റെ ഒരു സേതുലക്ഷ്മി. ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു, അവള് റീസൺ കിടന്നിട്ടുണ്ട് സേതു. കാരണം അവള് ആദ്യം ഇങ്ങനെ കരയാനായിട്ട് നിൽക്കുകയായിരുന്നു. അവള് പറഞ്ഞു നമ്മൾ വെറുതെയാണ് ജീവിക്കണം. ഞാൻ പറയാം നമ്മൾ വെറും മണ്ടികളാണെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മണ്ടികളാണെന്ന് പറയാൻ വന്നതല്ല കേട്ടോ, നിങ്ങൾക്ക് കുറെ പഠിക്കാൻ പറ്റുമെന്ന് പറയാൻ വന്നതാണ്. കുറച്ചുകൂടി എഫേർട്ട് എടുക്കണം. എല്ലാ ദിവസവും കുറേ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വേസ്റ്റ് ചെയ്യുന്ന സമയം യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കണം എന്നാണ് അതിൻ്റെ പരിണിത ഫലം ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് വിഷമിപ്പിക്കാനല്ല പറഞ്ഞത്, അത് കരുത്ത് തരാൻ വേണ്ടി പറഞ്ഞതാണ്. സിലബസ് പറഞ്ഞു നല്ലൊരു സാറായിരിക്കും വരുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ വീട്ടിൽ പോയി നെറ്റ് നോക്കി സാറിനെ പറ്റി, സാറിനെ അറിയാൻ പറ്റി ബയോഗ്രഫി. പക്ഷെ നെറ്റ് കണക്ട് ആയില്ല. അപ്പോൾ ഞാൻ ചെയ്യൂ ഒരാളെ പറ്റി ഇങ്ങനെ. പക്ഷെ സാറ് ഇത്ര നേരം കൊണ്ട് ചെറിയ സമയം ഒരിക്കൽ പോലും വായിച്ച് നോക്കേണ്ടി വന്നില്ല. അല്ലെങ്കിൽ എന്തോരം നേരം നമ്മൾ കഴിഞ്ഞില്ല അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ശ്രേയം പറയും, നമ്മൾ ഒരിക്കൽ പോലും വായിച്ച് നോക്കിയില്ല ആരും. പെട്ടെന്നാണ് സമയം ഇത്രയും എന്തോരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഈ പറയുന്നത് കേൾക്കാൻ നല്ല സുഖമുണ്ടല്ലേ സേതുലക്ഷ്മി? ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്താ കാണാനല്ലേ? ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ നല്ല ബാക്കിയുള്ളവരായിട്ട് മാറണമെന്നപ്പോ എനിക്ക് തോന്നണേ. രസമായിട്ടാ പറയണല്ലേ? ഞങ്ങൾ ശരിക്കും അനുഭവിക്കുക. കാരണം അനുഭവം തന്നെ നന്നായിട്ട്. കാരണം ഞങ്ങൾ കണ്ണൂർക്കാരാ. നമ്മന്റെ ഭാഷ പറഞ്ഞാൽ ഞങ്ങളെല്ലാം ബുദ്ധിമുട്ടും. ഓക്കെ, ഇതൊക്കെ കണ്ണൂർ വരണം കേട്ടോ സേതുലക്ഷ്മി. അപ്പൊ ശരിക്കും അവിടുത്തെ ഭാഷ തെയ്യം കണ്ടിട്ടുണ്ടോ? ഞാൻ സൗമ്യ വെച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ വരുന്നത്. എനിക്ക് ഒരു പക്ഷേ ഈ ക്ലാസ്സിൽ വന്ന പിന്നെ സാറിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞ പിന്നെ എനിക്ക് വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായി. സാറിനെ സംബന്ധിച്ചോളം ഒരു കാര്യത്തെക്കുറിച്ചല്ല പല കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന് അറിവുള്ളത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് അതിൽ മാത്രമാണ് അറിവുണ്ടായിരുന്നത്. പക്ഷേ 1759 പക്ഷേ ഈ ക്ലാസ്സോടുകൂടി എനിക്ക് പുതിയ പുതിയ സബ്ജക്റ്റുകളെ കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും സാറിനെ പോലെ ഒരു അറിവുള്ള ഒരാളാകാനും എനിക്ക് താല്പര്യമുണ്ട്. പിന്നെ
സാർ ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്തതിന് സാറിനോട് ഞാൻ നന്ദി പറയുന്നു. ഇത്രയ്ക്കുള്ളൂ എനിക്ക് പറയാനുള്ളത്. ടിപ്പു സുൽത്താന്റെ കേരള യാത്രയിൽ അവസാനം വന്ന സ്ഥലം ഇതാണ് നമ്മുടെ കുഴപ്പം. നമുക്ക് ഫ്രഞ്ചിനെ കുറിച്ചൊക്കെ അറിയാം, പക്ഷെ കൊടുങ്ങല്ലൂരിനെ കുറിച്ച് അറിയില്ല. കൊടുങ്ങല്ലൂരാണ് അവസാനമായിട്ട് അദ്ദേഹം വന്ന് ഇവിടുന്ന് തിരിച്ചു പോയത്. ആ സ്ഥലമാണ് ടിപ്പുവിന്റെ ഈ കോട്ട. എൻ്റെ ഒരു പടമുണ്ട് വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ ഒരു പടമുണ്ട് അതിനകത്ത്, ടിപ്പു സുൽത്താന്റെ കോട്ട. നല്ല പടം, നോക്കണം കേട്ടോ. കേട്ടോ, ഞാൻ നന്നായി. ഇയാള് രാവിലെ അറ്റൻഡ് ചെയ്തു, ഉച്ചക്ക് അറ്റൻഡ് ചെയ്തു. രാവിലെ അറ്റൻഡ് ചെയ്തപ്പോ നന്നായില്ല. ആര്? അവനവൻ നന്നായില്ല. എന്നിട്ട് നോക്കാം ഈ മാഷൊക്കെ വല്ല മാറ്റം ഉണ്ടോ നോക്കട്ടെ രാവിലെ നിന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും. അതിനാണ് ഇരുന്നത്. നമ്മളൊരു ഗോൾ എയിം ചെയ്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പോയാലേ അതിൽ മാത്രം ഫോക്കസ് ചെയ്താലേ അപ്പം വല്ല ബസ് പിടിക്കും. ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോ ശരിക്കും ചുറ്റും നോക്കിയിട്ട് വേണം. സാറിന് ഇപ്പൊ പല പല മേഖലകളിൽ റിസർച്ച് ഭയങ്കര ഇഷ്ടമാണ്. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ടീച്ചർ ആവാൻ ആഗ്രഹമുണ്ട്, റൈറ്റർ ആവാൻ ആഗ്രഹമുണ്ട്. എല്ലാത്തിനോടും എനിക്ക് ഈക്വൽ ആണോ എന്ന് വെച്ചാൽ അറിയില്ല. ഏതാ വിഷയം പഠിക്കണേ? സിവിൽ സർവീസ് താല്പര്യം. ബോട്ടണിക്കാർക്ക് ഏറ്റവും നല്ല ഫിറ്റ് ആയിട്ടുള്ള സാധനം ബോട്ടണി സുവോളജി ഒക്കെ പഠിച്ചവർക്ക് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ്. സയൻസ് ഗ്രാജുവേറ്റ് ആയവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഓൾ ഇന്ത്യ സർവീസിലെ ഏറ്റവും നല്ല സർവീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ്. മനസ്സിലായോ? എൻ്റെ ബ്രദറ് സുവോളജിസ്റ്റ് ആയിരുന്നു, നാട്ടിക കോളേജിലെ മാഷായിരുന്നു. ആ സമയത്താണ് ഫോറസ്റ്റ് സർവീസ് എഴുതിയത്. ഇന്ന് വൈൽഡ് ലൈഫിന്റെ കേരളത്തിലെ ചീഫാണ്. അതിനു മുമ്പ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ MD ആയിരുന്നു. അതിനു മുമ്പ് എക്കോ ടൂറിസത്തിന്റെ MD ആയിരുന്നു. പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് ടു ചീഫ് സെക്രട്ടറി. നീല ലൈറ്റ് വെച്ചിട്ട് കാർ ഓടിക്കാൻ പറ്റുന്ന ആളാണ്. അങ്ങനെ കേരളത്തിൽ 5 or 6 ഓഫീസേഴ്സേ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഫോറസ്റ്റ് സർവീസിൽ IFS എഴുതാൻ പറ്റുന്ന ആൾക്കാരാണ്. ബോട്ടണിയിൽ നല്ല താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസിലും താല്പര്യമുണ്ടെങ്കിൽ IAS-നേക്കാളും പറ്റുന്ന ജോലി ഏതാണ്? ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസാണ്. അത് നല്ല ജനറൽ നോളജ് ഇപ്പോഴേ ഉണ്ടാക്കിയെടുക്കണം. പിന്നൊരു കാര്യം, ഞാൻ ഓപ്പൺ സ്കോളറിലെ മെമ്പറാണ്. അപ്പൊ അവിടെ വന്ന പല സാർമാരുടെ ക്ലാസ് ചെയ്യുന്നു. വേറെ പുറത്തെ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോഴും ഇവിടെ ഹിസ്റ്ററിയുടെ സാർ ഒരു തവണ പുറത്തുനിന്ന് വന്ന സാർ വരാതായപ്പോൾ സാറാ ക്ലാസ് എടുത്തത്. അപ്പോഴും ആ സാർ പറഞ്ഞു നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകൾ അതിനെയൊക്കെ പറ്റി പറയുമെങ്കിലും വായിച്ചിട്ട് സംസ്കൃതം എനിക്കറിയില്ല, പഠിച്ചിട്ടില്ല. മലയാളം ബുക്കുകളൊക്കെ വായിച്ച് എല്ലാവരും പറയുന്നത് വായിച്ച് തുടങ്ങി. പിന്നെ ഭഗവത്ഗീത ചെറിയൊരു ബുക്ക് മലയാളം അതും ഇങ്ങനെ വായിക്കും. പക്ഷെ വായിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ശരിക്കും അതിന്റെ അർത്ഥം അറിയില്ല. ബ്രഹ്മം നൽകി മലയാളം ട്രാൻസ്ലേഷൻ ബ്രഹ്മം ഇങ്ങനെ വായിക്കും അറിയില്ല. വീട്ടിൽ കുറേ തവണ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സപ്താഹത്തിന് പോയപ്പോഴും അവിടെ നിന്നൊക്കെ കിട്ടിയത് ഇത് എല്ലാത്തിൻ്റെ കണക്ഷൻ ഇവിടെ വന്ന് ചേർന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പൊ വാക്കുവിദ്യ സ്കോളറിൽ ഇതാ നടക്കണമെന്ന് മനസ്സിലായി. നമ്മുടെ പല പഴയ ഗ്രന്ഥങ്ങളിലും കുറേ സയൻസ് ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതിനുള്ളൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഈ കുഞ്ഞുകുട്ടൻ നമ്പർ എൻ്റെ അടുത്ത് വരുമ്പോൾ തോന്നുന്നൊരു തോന്നലാണ്. അത് വേറെ അടുത്തെങ്കിലും ചിലപ്പോൾ അതല്ല പറയാം. ഗുഡ്. ഇനി ആർക്കെങ്കിലും പറയണം തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും പറയണം തോന്നുന്നുണ്ടോ? മലയാളം പഠിക്കുന്നവരൊന്നും കണ്ടു പോലെ ടി.പി. സാറ് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ മൈക്കിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് തന്നെ ഒരു കുറച്ചൊരു അഹങ്കാരം തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു കൃതജ്ഞത ഇവിടെ പറയുക എന്നുള്ളത് എൻ്റെ ദൗത്യം കൂടിയാണ്. ആദ്യമായി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ശശികുമാർ സാറിന് നന്ദി പറയുന്നതിന് മുന്നേ എനിക്ക് നന്ദി പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇന്നിവിടെ ഓഡിയൻസായി എത്തിയിട്ടുള്ള സ്റ്റുഡൻസിനോടും അവരെ കൊണ്ടുവന്ന ടീച്ചേഴ്സിനോടും അവരെ ഇങ്ങോട്ടേക്ക് വരാൻ അനുവാദം തന്ന നിങ്ങളുടെ ഹെഡ് മാസ്റ്ററോടുമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ് പറയാണ്. സാറിൻ്റെ ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു തവണ കേട്ട്. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ ആ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടീച്ചിങ് എന്നുള്ള പ്രൊഫഷനിൽ ജസ്റ്റ് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അന്ന്
എനിക്ക് ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഹൗ സാറിൻ്റെ ആ ഒരു സംസാരം അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ നിന്ന് എനിക്കൊരു പ്രചോദനം ഉൾക്കൊള്ളാനായെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളിൽ എസ്പെഷ്യലി ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ സാറിൻ്റെ ഒരു ടോക്ക് അറേഞ്ച് ചെയ്യാൻ സാധിച്ചാൽ ഹൗ മച്ച് ഇൻഫ്ലുവൻസ് ഐ ക്യാൻ ബ്രിങ് ടു മൈ സ്റ്റുഡൻസ് ത്രൂ ഡോക്ടർ ടി പി ശശികുമാർ, അതാണ് ഞങ്ങൾ ചിന്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ശരിക്കും പ്രോഗ്രാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും വെയിറ്റ് ചെയ്യായിരുന്നു, ലെറ്റ് ഹിം ഗിവ് us എ കോൾ ബാക്ക്, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചൊരു ഉത്തരം കിട്ടുമോ എന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറേ നാൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഐ തോട്ട് ഓക്കെ ലെറ്റ് ഇറ്റ് ബി. പിന്നെ എനിക്ക് ഇതിൻ്റെ ഇടയിലുള്ളത് വെച്ചാൽ 4 സ്കൂളുകളിൽ ഞങ്ങൾ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനെ വിടണമെന്ന് പറഞ്ഞിരുന്നു. അവർ സമ്മതിച്ചതുമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ പരീക്ഷാ പേടി, ഇനിയിപ്പോൾ അതേ 23-ാം തീയതി തൊട്ട് IT എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിങ്ങനെ തലയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി എന്തും കേട്ട് കഴിഞ്ഞാൽ ഇനി അത് പഠിച്ചതൊക്കെ മാഞ്ഞു പോകുമോ എന്നുള്ള പേടി കൊണ്ടാണോ എന്നറിയില്ല. അതുകൊണ്ടായിരിക്കാം ബാക്കിയുള്ള സ്കൂളുകളിൽ നിന്ന് വന്നില്ല കുട്ടികൾ. ബട്ട് സ്റ്റിൽ നിങ്ങൾ വന്ന ഓരോരുത്തരിലും എന്തെങ്കിലുമൊക്കെ ഒരു അംശം മാറിയിട്ടുണ്ടാവും, ഇപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ആവാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടാവും. അതിലൊക്കെ ഉപരി ഇപ്പം നേരത്തെ ഒരു മോള് പറഞ്ഞ പോലെ എക്സാം ഹാളിൽ എക്സാമിനേഷൻ എഴുതുമ്പോൾ വളരെ എൻജോയ് ചെയ്ത് എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തരെയും ഞാൻ ആശംസിക്കുകയാണ്. കാരണം പലപ്പോഴും കാണാറുണ്ട്, നന്നായി അറിയാം, കാരണം ഞങ്ങൾക്ക് ആ സ്റ്റുഡൻസിനെ കാണുമ്പോൾ അറിയാം അവരത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ക്ഷമയില്ലായ്മ, ആ പേപ്പറിലേക്ക് അതൊന്ന് എഴുതി പിടിപ്പിക്കുക. കാരണം പേപ്പറിലുണ്ടെങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. പക്ഷെ അതൊന്ന് എഴുതി പിടിപ്പിക്കാനുള്ള ക്ഷമ പലപ്പോഴും കാണിക്കാറില്ല. പകുതിയാക്കുമ്പോൾ സാർ പറഞ്ഞ പോലെ മതി, എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞ് പേപ്പർ കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് എൻ്റെ കുട്ടികൾ അങ്ങനെ ചെയ്യരുത്. സാറ് പറഞ്ഞതുപോലെ ക്ഷമാപൂർവ്വം ടീച്ചർമാരെ പണിഷ് ചെയ്യാൻ കിട്ടുന്ന അവസരമാണ്, ഒട്ടും വാഴാക്കാതെ വളരെ നന്നായി ക്ഷമാപൂർവ്വം ഇരുന്ന് ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായുള്ള ഉത്തരം എഴുതുകയും അതുപോലെ തന്നെ നല്ല മാർക്കോടുകൂടി നിങ്ങൾ ഓരോരുത്തരും ജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ ക്ലാസ് എടുത്ത TP സാറിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയല്ല. കാരണം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾക്ക് ഒരു സെഷനുണ്ട്. ഞങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സാർ വീണ്ടും സംസാരിക്കുന്നതാണ്. അപ്പോൾ എന്നാലും ഞങ്ങളുടെ ഈ കുട്ടികളോട്, ഈ കൊച്ചു കുട്ടികളോട് ഇത്രയും നേരം സംസാരിക്കുകയും അവർക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതിന് സാറിന് വളരെയധികം നന്ദിയാണ്. സുബോധ് സാറിൻ്റെ ടീം 2 ആൾക്കാർ വന്നിട്ടുണ്ട്. ഒന്ന് പിന്നെ മറന്നു, രവിയും അനൂപും. ഓക്കെ, രവിയും അനൂപും അതോടൊപ്പം തന്നെ സോമൻ സാറും. എല്ലാവർക്കും ഞങ്ങളുടെ ടീം ബോട്ടണിയുടെ പേരിലും KKTM കോളേജിൻ്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. എവിടുന്നൊക്കെ മോഷ്ടിച്ചിട്ട് ചത്തിട്ട് പോവാം, അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ ഇല്ലാതെ പ്രൂവ് ചെയ്തിട്ട് പോവാം. ഇപ്പോൾ കിട്ടുന്ന ചാൻസ് ആണ്. സ്റ്റേജ് ഫിയർ നിങ്ങൾ മാറ്റിത്തരാം, അതാണ് എൻ്റെ ഒരു കോൺട്രാക്ട്. സ്റ്റേജ് ഫിയർ കൊണ്ടാണ് വരാണ്ടിരുന്നെങ്കിൽ അത് ഇന്ന് മാറ്റിത്തരാൻ. ഓക്കെ, നിങ്ങൾക്കൊരു കോൺട്രാക്ട്. ഒരാള് പറയുന്നത് വേറെ ആള് റിപ്പീറ്റ് ചെയ്യും. ഇപ്പൊ പറയാൻ കുറേ ആൾ റെഡിയായിരുന്നല്ലോ. ഇതാണ് നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ ചെയ്യുന്നത്. ഒരു ക്ലാസ് കഴിഞ്ഞാൽ, സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ എന്താ നടന്നെന്ന് വേറൊരാൾ പറയാറില്ലേ, അതുപോലെ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ആരോടെങ്കിലും പറയണം ക്ലാസ്സിൽ എന്താ നടന്നതെന്ന്. ഓക്കെ, അതുകൊണ്ട് ഈ പ്രാവശ്യം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വിട്ടു പോയി കഴിഞ്ഞാൽ അച്ഛനോടും അമ്മയോടൊക്കെ പറയണം എന്താണ്. ചെറുപ്പത്തിൽ തന്നെ പറയാറുണ്ടായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ വിട്ടു. ഇനി അച്ഛനും അമ്മയും കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ ഗേറ്റ് തുറക്കാം, ചേട്ടാ പഠിച്ചത്. എന്നെ ചില കുട്ടികൾ വിളിക്കും ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്. ഇന്നിപ്പോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആളോട് നിങ്ങൾ പറയണോ ഇന്ന് ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത്, ഇന്ന് ഒരാൾ വന്നിരുന്നു, എന്നൊക്കെയാ പറഞ്ഞത്. എന്റെ സ്റ്റുഡൻസ് ഞങ്ങൾ ഈ ജനുവരി 2 മുതൽ 4 വരെ കൊടുങ്ങല്ലൂർ ക്യാമ്പ് നടത്തി. ക്യാമ്പ് നടത്തി തിരിച്ചു പോകുമ്പോ കണ്ണൂരിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. 7ാം ക്ലാസ്സിലെ കുട്ടി ഹർഷ അബൂബക്കർ 8ാം ക്ലാസ്സിലാണ്. രാത്രി 11 മണിക്കാണ് സർ 40 പേരെ പരിചയപ്പെട്ടു ഞാൻ ട്രെയിനിൽ. അവരോടൊക്കെ സാറിന്റെ കാര്യം പറഞ്ഞിട്ട് എല്ലാവർക്കും നമ്പർ കൊടുത്തിട്ട് സാറിനെ വിളിക്കും. ആലോചിച്ച് നോക്കാം ഒരു സ്റ്റുഡന്റിന്റെ ഒരു ത്രില്ല്. മനസ്സിലാവും. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ് തീർച്ചയായും. എന്തുകൊണ്ടാണ് എന്നെ 7 വർഷത്തിന് ശേഷം എന്റെ ക്ലാസ്സിൽ 1ഓ 2ഓ ക്ലാസ്സിൽ ഇരുന്ന ഒരു ടീച്ചർ എന്നെ ഇവിടെ വിളിക്കണമെന്ന് ആലോചിച്ചത്? സ്റ്റിൽ ഷീ റിമെമ്പേഴ്സ് അല്ലേ?
ആ ഓർമ്മയാണ്. അത് എങ്ങനെ ഓർമ്മിക്കണം? ഏതോ ഒരു താടിക്കാരൻ അയാളെന്തോ സ്പേസിൽ എവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വേണം. എന്ത് പറഞ്ഞു എന്നും കൂടി ഓർക്കണം. അപ്പൊ ഇവർ പറയുന്നതാണ് മസാല. ഇയാൾ എടുക്കേണ്ടി വരും. 944743795. എന്താ പഠിച്ചതെന്ന് വെച്ചാൽ എന്റെ നമ്പറേ പഠിച്ചു. എന്താ പഠിച്ചത്? വാട്ട് ഡിഡ് യു ഡിസൈഡ് യുവർ സെൽഫ് ടു ഡു ആഫ്റ്റർ ദിസ് ക്ലാസ്? എന്ത് റെസൊല്യൂഷൻ ആണ് നിങ്ങൾ എടുത്തത്? അതും കൂടെ രാവിലെ എഴുന്നേക്കാൻ മടിയാണ്. രാവിലെ എഴുന്നേക്കാനുള്ള ട്രിക്കും കൂടി പറഞ്ഞുതരാം. ഇന്ന് രാത്രി കിടക്കുമ്പോ 3 കുപ്പി വെള്ളം കുടിച്ച് കിടക്കണം. ഐശ്വര്യ. രാവിലെ ഐശ്വര്യമായിട്ട് എഴുന്നേറ്റ് ഓടുന്നതാണ്. അമ്മയും അച്ഛനും കൂടെ എന്ത് പറ്റി പോലെ നട്ടപ്പ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെന്റർ എന്ന് പറയുന്നത് അമ്മയുടെ ലാബാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ दिल भी होना है किसी को देना मत टुकड़ा कर देगा वो. ഇപ്പൊ പറഞ്ഞ കവിതയാണ്. ഇപ്പോഴത്തെ കവിത. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പഠിച്ചത്. എന്റെ പേര് യമുന. എവിടെയാ ഒഴുകണേ? എവിടെയാ ഒഴുകണേ? ജിയോഗ്രഫി അറിയാമോ? യമുന വളരെ വീതി കുറവാണ്, പക്ഷെ സീസൺ വന്നു കഴിഞ്ഞാൽ ഫുൾ വീതിയാണ്. അങ്ങനെയാണ് യമുന. അങ്ങനെയാണോ യമുന? ആവശ്യം വരുമ്പോൾ നല്ലോണം പഠിക്കും, നല്ലോണം പഠിക്കേണ്ടി എപ്പോഴും. ഇന്ന് പഠിച്ച ലൈഫ് ഇത്രയും സിമ്പിളാണ്. നമ്മളാണ് അതിൽ ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അത് ഇനി ചെയ്യാതിരിക്കണം. എപ്പോഴും ബുദ്ധിയിലോട്ട് കേൾക്കാതെ മനസ്സറിഞ്ഞുകൊണ്ട് പഠിക്കണമെന്ന് ഇന്ന് മനസ്സിലായി. ഏത് കാര്യം